അമ്മ ഫ്രണ്ട് ഇരുന്ന ചേച്ചിയോട് ചോദിച്ചു, ഒന്ന് സീറ്റ് എഴുന്നേറ്റ് തരാമോ, നീ അമ്മയും കുഞ്ഞും സീറ്റ് ചെയ്യും. അവിടെ ഇരിക്കുന്ന ഒരു ചേച്ചിയോട് അവർ എത്ര പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. ലാസ്റ്റ് അവർ ഏതാണ്ട് വേണ്ടാത്തതുപോലെ പറഞ്ഞു, അവിടെ പിള്ളേരിപ്പുണ്ട്, അവരോടെങ്ങാനും പോയി മേടിച്ച് ഇരുന്നോളാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങൾ ആരെയും പറഞ്ഞ് എഴുന്നേൽപ്പിച്ചോ, അത് എൻ്റെ ഇതല്ലെന്നും പറഞ്ഞ് അന്ന് പുള്ളി എൻ്റെ ഡ്യൂട്ടി അല്ല, അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേൽപ്പിച്ചോ, അല്ലെങ്കിൽ അത് പിന്നെ പ്രശ്നമാവുമെന്നും പറഞ്ഞ് പുള്ളി എനിക്ക് സീറ്റ് തന്നില്ല. അതും ബ്രേക്കിൻ്റെ ആഘാതവും കൂടെ താങ്ങാൻ പറ്റാതെ ഞാൻ തെറിച്ചു പോയി ഡോറിൻ്റെ മുമ്പിൽ വീണു. ഇപ്പം നട്ടില്ലേ നിലത്തുള്ള, അതത്തെ എൻ്റെ തല കൊണ്ടു, അങ്ങനെ തല മുറിഞ്ഞു. എഴുന്നേറ്റപ്പോഴത്തേക്ക് ഞാൻ പുറകെ തൊട്ട് നോക്കി, തലയുടെ പുറകെ തൊട്ട് നോക്കിയപ്പോൾ മനസ്സിലായി ചോര വരുന്നുണ്ട്. ഈ പുള്ളിയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ വലിയ ഇതായിട്ട് സംസാരിക്കും, പക്ഷെ നമ്മൾ ഒരു സീറ്റ് ചോദിച്ചാൽ പോലും തരാനുള്ള ഒരു പരിഗണന അല്ല, ഒരു മാനസികാവസ്ഥ കാണിക്കാറില്ല. ഇനി ഒരു കുട്ടിക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. എല്ലാ ബ്ലൈൻഡായിട്ടും ഭിന്നശേഷിക്കാരുമായിട്ടുള്ള കുട്ടികൾക്ക് അവരുടേതായ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ലഭിക്കണം. സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ബസ്സിൽ നിന്ന് വീണ് പരിക്കേറ്റ കാഴ്ച പരിമിതയായ 6ാം ക്ലാസ് വിദ്യാർത്ഥിയെയും അമ്മയെയും ബസ് ജീവനക്കാർ വഴിയിൽ ഇറക്കിവിട്ടതായി പരാതി. ഇന്നലെ രാവിലെ 8:30 പള്ളിക്കത്തോട് ചപ്പാത്തിൽ നിന്നും കയറിയ സെന്റ് സെബാസ്റ്റ്യൻസ് എന്ന ബസ്സിലാണ് ഈ കാഴ്ച പരിമിതർക്ക് ദുരനുഭവം ഉണ്ടായത്. കണ്ണില്ലാത്ത ക്രൂരതയാണ് അവരോട് ചെയ്തിരിക്കുന്നത്. അവർ പതിവായി കാളകെട്ടി അസീസി വിദ്യാലയത്തിലേക്ക് പോകുന്നതിനായി യാത്ര ചെയ്തിരുന്ന ബസ്സിലാണ് ഈ ദുരനുഭവം ഉണ്ടായത്. പള്ളിക്കത്തോട് ചപ്പത്തൽ ആനിക്കാട് വെസ്റ്റിൽ താമസിക്കുന്ന ബെന്നി എബ്രാഹിമിന്റെ ഭാര്യ റെജീനയും 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആരോൺ ബെന്നിക്കുമാണ് ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായത്. ഇതിൽ ആരോണിന്റെ തലയ്ക്ക് ചെറിയ പരിക്കേറ്റിട്ടുമുണ്ട്. ഈ സംഭവം, അതായത് കുട്ടി ബസ്സിനുള്ളിൽ തന്നെ വീണ് പരിക്കേറ്റതിനെ തുടർന്ന് ബസ് ജീവനക്കാർ ആശുപത്രിയിലൊന്നും കൊണ്ടുപോകാൻ സഹായിക്കാതെ ഇവരെ വഴിയിൽ ഇറക്കി വിടുകയായിരുന്നു. പിന്നീട് ബെന്നിച്ചേട്ടൻ എത്തിയാണ് ഇവരെ രണ്ടുപേരെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഏതായാലും ആ ദുരനുഭവം, തങ്ങൾക്കുണ്ടായ ആ ദുരനുഭവം ഇപ്പോൾ നമ്മളോട് പറയും. ആരോണേ, ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഇന്നലെ രാവിലെ 8:30 ആയപ്പോൾ ഞാൻ ആ ബസ്സിൽ കയറി. സ്ഥിരമായിട്ട് പോകുന്ന ബസ്സാണ്. അപ്പം അമ്മയ്ക്ക് കയ്യും വയ്യ, കാഴ്ചക്കുറവുണ്ട്. അമ്മ ഫ്രണ്ട് ഇരുന്ന ചേച്ചിയോട് ചോദിച്ചു, ഒന്ന് സീറ്റ് എഴുന്നേറ്റ് തരാമോ, നീ അമ്മയും കുഞ്ഞും സീറ്റ് ചെയ്യും. അവിടെ ഇരിക്കുന്നൊരു ചേച്ചിയോട് അവർ എത്ര പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. ലാസ്റ്റ് അവർ ഏതാണ്ട് വേണ്ടാത്തതുപോലെ പറഞ്ഞു, അവിടെ പിള്ളേരിപ്പുണ്ട്, അവരോടെങ്ങാനും പോയി മേടിച്ച് ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ അമ്മ കഷ്ടപ്പെട്ട് അവരുടെ അടുത്തുനിന്ന് സീറ്റ് മേടിച്ചു. അപ്പം ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു. പെട്ടെന്ന് അഞ്ചാനി വളവെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ എത്തിയപ്പോൾ എതിരേന്ന് കാറ് വന്നു. പെട്ടെന്ന് ബസ് ബ്രേക്ക് ഇട്ടു. അപ്പോൾ പുറകിൽ നിന്ന് ചേട്ടന്മാരെല്ലാം കൂടി എൻ്റെ മേത്തോട്ട് വന്ന് തട്ടി. അതും ബ്രേക്കിൻ്റെ ആഘാതവും കൂടെ താങ്ങാൻ പറ്റാതെ ഞാൻ തെറിച്ചു പോയി ഡോറിൻ്റെ മുമ്പിൽ വീണു. അപ്പം നട്ടില്ലേ നിലത്തുള്ള, അതത്തെ എൻ്റെ തല കൊണ്ടു, അങ്ങനെ തല മുറിഞ്ഞു. എഴുന്നേറ്റപ്പോഴത്തേക്ക് ഞാൻ പുറകെ തൊട്ട് നോക്കി, തലയുടെ പുറകെ തൊട്ട് നോക്കിയപ്പോൾ മനസ്സിലായി ചോര വരുന്നുണ്ടെന്ന്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ ചോര വരുന്നുണ്ടെന്ന്, ഞാനാ വീണേന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരാൾ എഴുന്നേറ്റ് വന്നു. ഞാൻ അമ്മയുടെ തൊട്ട് പുറകിലിരുന്നു. അമ്മ അത് കഴിഞ്ഞ് ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല, ഇല്ല, ധൈര്യത്തോടെ നിന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് വേദന കൂടിയത്. വണ്ടിയിലെ സ്റ്റാഫ് പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, തൊട്ട് അടുത്ത സ്റ്റോപ്പ് മുക്കാലി ആനിക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സ്റ്റോപ്പാണ്, അവിടെ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാനിങ്ങനെ അവിടെ ഇറങ്ങുന്നില്ല, കാരണം അവിടെ ഇറങ്ങിയാൽ പിന്നെ എനിക്ക് പെട്ടെന്നങ്ങ് ഇത് വരാൻ പറ്റുന്നില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പുറത്തെ സ്റ്റോപ്പ് എളപ്പങ്കരത്ത് പറയുന്നു. അപ്പോൾ അവിടെ ഞാൻ വിളിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അവിടെയുണ്ട്, അവിടെ ഇറങ്ങിയേക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങാൻ വേണ്ടി ഇറങ്ങി ഒരു സ്റ്റെപ്പ് വണ്ടിയിൽ നിർത്തി വെച്ചപ്പോൾ നമ്മുടെ വണ്ടിയിലെ കണ്ടക്ടർ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, കുന്നലാശുപത്രി വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ ഇങ്ങനെ തലയുടെ പുറകിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അത്രയും വൈകൂല, പിന്നെ ഇത് കുലുങ്ങുമല്ലേ ചെയ്യുന്ന വണ്ടിയിലിരുന്ന്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് അത്രയും ദൂരം പോകാതെ ഞാൻ ഇവിടെ തന്നെ ഇറങ്ങി. അപ്പോൾ അയാൾ പറഞ്ഞു കുന്നലാശുപത്രിയുടെ അവിടെ ഇറങ്ങാം എന്ന് ഇറക്കി വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ കൈക്ക് സ്ട്രോക്ക് വന്നതായതുകൊണ്ട് അതും പാടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ വേണ്ട, ഞങ്ങൾ ഇവിടുന്ന് ഹസ്ബൻഡ് എന്നോട് ഇവിടെ ഇറങ്ങാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ ഇറങ്ങുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ കൊടുങ്ങൂർ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുന്ന് ഇവനെ ഡ്രസ്സ് ചെയ്തു. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോഴാണ് പറഞ്ഞ മുറിവ്
ഒത്തിരി അങ്ങ് ആഴമുള്ളതല്ല എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ സമാധാനമായി. പിന്നെ ഈ പെട്ടെന്നെങ്കിൽ കേട്ടപ്പോൾ എനിക്ക് ആകെ ഒരു ഇത് വന്നു, വെപ്രാളം പോലെ ആയിപ്പോയായിരുന്നു. എന്നിട്ട് പിന്നെ അവർ എന്ത് ഇൻറ്റിമേഷൻ തയ്യാറാക്കി പോലീസിനെ പരാതി കേസെടുത്തു. പിന്നെ നമുക്ക് ഇതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് അതിന് വെച്ചാൽ ഞാൻ ഈ 15 വർഷമായി യാത്ര ചെയ്യുന്നു. ഇങ്ങനെ ഈ കണ്ടക്ടർ പേര് പറയുന്നില്ല, ആ പുള്ളി ഇങ്ങനെ എപ്പം പോയാലും എന്തോ ഒരു ഇതോടെയാണ് നമ്മളെ കാണുന്നത്. ഒരു സീറ്റ് തരാനുള്ള ഒരു മാനസികാവസ്ഥ കാണിക്കുന്നില്ല. ഇവനാണെങ്കിലും 1ാം ക്ലാസ് തൊട്ട് പോകുന്നു. അപ്പം മുൻപുള്ള കണ്ടക്ടർമാരാണെങ്കിൽ അവർ കാര്യമായിട്ട് കുഞ്ഞിനോട് വർത്താനം പറയും, അവനും എനിക്കും സീറ്റൊക്കെ തരുമൊക്കെ ചെയ്യും. ഈ പുള്ളിയാണെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ എന്നാൽ വലിയ ഇതായിട്ട് സംസാരിക്കും. പക്ഷെ നമ്മൾ ഒരു സീറ്റ് ചോദിച്ചാൽ പോലും തരാനുള്ള ഒരു പരിഗണന അല്ലെ ഒരു മാനസികാവസ്ഥ കാണിക്കാറില്ല. അപ്പോൾ ഒരു സീറ്റ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇത്രയും ദൂരം പോകുന്നതാണ്, ഏകദേശം 1 മണിക്കൂർ ദൂരെ യാത്രയുണ്ട്. അപ്പം അവിടുന്ന് പിന്നെയും പോകണം ബസ്സിന്. അപ്പം ഒരു മാന്യമായ രീതിയിൽ ഒരു സീറ്റ് നൽകുക എന്ന് മാത്രമാണ് നമുക്കൊരാവശ്യപ്പെടാനുള്ളത് ഇവരോട്. ഈ ആശുപത്രി കൊണ്ടുപോകാൻ ഈ ബസ് അത് അവർ ജീവനക്കാർ തയ്യാറായില്ല. ഇല്ല, തയ്യാറായില്ല. അവർ വന്നില്ലെന്നല്ല, അല്ലെങ്കിൽ അവരിങ്ങനെ പറയുമായിരുന്നു ഞാൻ ചിലപ്പോൾ പോകുമോയെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഒരു സ്റ്റാഫ് കൂടെ വരും, കുന്നേൽ ആശുപത്രിയിൽ നിങ്ങൾ കൊണ്ടുപോകാം എന്ന് പറയുമായിരുന്നെങ്കിൽ. പണ്ട് ഈ ബസ്സിൽ കയറിയപ്പം അത് ബസ്സുകാരുടെ കുറ്റമൊന്നുമല്ല, ഒരു കുട്ടിയുടെ വാച്ചിൻ്റെ സ്ട്രാപ്പ് കയ്യെ കൊണ്ടു. എന്നിട്ട് ഇങ്ങനെ ബ്ലഡ് വന്നപ്പം അന്ന് മുമ്പ് വേറൊരു കണ്ടക്ടറായിരുന്നു, എളമ്പള്ളിയിലുള്ളൊരു ബാബു ചേട്ടൻ എന്ന് പറയുന്നത്. ആ പുള്ളി അന്ന് എന്നോട് ചോദിച്ചു, ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകാം വരണമെന്ന്. അപ്പോൾ അത് ബസ്സുകാരുടെ ഒന്നും ഒരു കുഴപ്പമില്ല. പിള്ളേർ തെക്കി ഇങ്ങനെ തിരിഞ്ഞപ്പം എൻ്റെ കയ്യെ കൊണ്ട് ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ലാന്ന്. അപ്പോൾ അവർ അത്ര പോലും ഒരു ഇതും ഇല്ലാഞ്ഞിട്ട് അവരെന്നോട് അന്ന് അങ്ങനെ ഒരു ചോദിക്കാനൊരു ഇത് കാണിച്ചു. പക്ഷേ ഇപ്പം ഈ പുള്ളി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പറഞ്ഞില്ല, കുന്നേൽ ആശുപത്രിയുടെ അവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞു. സെന്റ് സെബാസ്റ്റ്യൻസ് എന്ന് പേരുള്ള ബസ്സല്ലേ? സെന്റ് സെബാസ്റ്റ്യൻ, മാടപ്പാടെന്ന് പറയും. ഇവിടെയുള്ളവരൊക്കെ മാടപ്പാടെന്നാണ് പറയുന്നത്. സെന്റ് സെബാസ്റ്റ്യൻ അത് കോട്ടയം എരുമേലി മുക്കുടുത്തറ എലുവാലിക്കര വണ്ടി. ഈ പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങി മകനുമായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനെ എങ്ങനെ എന്ത് ചെയ്തു? എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അന്നേരത്തേനും പെട്ടെന്ന് പുള്ളി വന്നില്ല. ഒരു രണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇപ്പം വിളിക്കണോ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചു. ആരും ഇല്ലായിരുന്നു അവിടെ. അപ്പോൾ എന്ത് ചെയ്യുന്നു പെട്ടെന്നൊരു എന്താ പറയുക, ഒരു വിഹ്വല അല്ലെ ഒരു ഇത് തോന്നിപ്പോയി. പെട്ടെന്ന് ഇങ്ങനെ ഇവൻ്റെ തലേന്ന് ബ്ലഡും വരുന്നുണ്ട് കുറേശ്ശെ. അപ്പം നമുക്കറിയില്ല തലയല്ലേ, അതുകൊണ്ടൊരു പെട്ടെന്ന് വേറെ എവിടെയെങ്കിലും ആയിരുന്നു ചിലപ്പോൾ അതിന് കുഴപ്പമില്ല. പതിവായി യാത്ര ചെയ്യുന്ന ബസ്സാന്ന് പറഞ്ഞു. മുൻപ് ഇത്തരത്തിൽ സീറ്റൊക്കെ കിട്ടാറുണ്ടോ? ഇത് ആദ്യമായിട്ടാണോ ഇങ്ങനെ? അല്ല, സീറ്റ് പുള്ളി തരാറില്ല. ഞങ്ങൾ ആരോടെങ്കിലും ചോദിച്ച് എഴുന്നേക്കും, ആളുകൾ എഴുന്നേറ്റ് വന്നായിരിക്കും. അപ്പോൾ ഈ പുള്ളിയോട് ഞാൻ ഒരു ദിവസം ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പ്രാവശ്യം ഉടക്കിയപ്പം പുള്ളി പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ് എഴുന്നേൽപ്പിച്ചോ, അത് എൻ്റെ ഇതല്ലെന്നും പറഞ്ഞ് അന്ന് പുള്ളി എൻ്റെ ഡ്യൂട്ടി അല്ല, അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേൽപ്പിച്ചോ, അല്ലെങ്കിൽ അത് പിന്നെ പ്രശ്നമാവുമെന്നും പറഞ്ഞ് പുള്ളി എനിക്ക് സീറ്റ് തന്നില്ല. അന്നേരമൊക്കെ ഞാൻ പല പ്രാവശ്യം പറയുമായിരുന്നു ഞാൻ RTOയ്ക്ക് പരാതി കൊടുക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും കൊടുത്തിട്ടില്ല. ഇന്നലെ ഇങ്ങനെ സംഭവിച്ചു, അപ്പോൾ ഇങ്ങനെ കൊടുക്കേണ്ടതായി വന്നു. ഈ സംഭവത്തിന് ശേഷം മോൻ എന്ത് പറഞ്ഞു? അവന് പെട്ടെന്ന് പേടിയായിപ്പോയി. പെട്ടെന്നേ പിന്നെ ആകെ അച്ഛനെ കണ്ടപ്പോഴത്തേനും കരഞ്ഞു. ഇങ്ങനെ ഇനി ആരെങ്കിലും വഴക്ക് പറയുമോ എന്താ ചെയ്യുന്നതെന്ന് അവനൊരു പേടിയായിപ്പോയി പെട്ടെന്ന്. അപ്പോൾ പറഞ്ഞു വഴക്കൊന്നും പറയത്തില്ല, ഇനി എന്തെങ്കിലും കൂടുതൽ വേദന എടുക്കുമോ. അവനങ്ങനെ ഒരു പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോയി. ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഇതിനു മുമ്പൊന്നേ. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നമ്മൾ സേഫായിട്ട് യാത്ര ചെയ്യാന്ന് കരുതിയിരുന്ന ബസ്സായിരുന്നു. അതെ, തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ തൊട്ട് പോകുന്നതാണല്ലോ. അപ്പം ഇങ്ങനെയൊരു ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. താങ്കളൊരു ടീച്ചർ കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ ഈ രീതിയിലുള്ള സമീപനത്തെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ പൊൻകുന്നം സ്റ്റാൻഡിൽ നിന്നും മറ്റുമൊക്കെ മറ്റു കുട്ടികളൊക്കെ പോയിട്ടുണ്ട്. ചിലപ്പോൾ ഈ AK ജെയിംസ് സ്കൂളിലെ കുട്ടികൾ ഓടി വരും ഈ ബസ്സിലേക്ക് കയറാൻ. അപ്പോൾ തൊട്ടടുത്ത് മറ്റേ വേറെ ഏതാണ്ട് 2-3 ബസ് കിടക്കും കാഞ്ഞിരപ്പള്ളി ഭാഗത്തേക്കുള്ള. അപ്പോൾ ചിലപ്പോൾ പിള്ളേരുടെ സൗകര്യം ഇതിൽ സീറ്റ് പൊതുവേ തിരക്ക് കുറവായിരിക്കും. അപ്പോൾ അതിലേക്ക് കയറാൻ ഓടി വരുമ്പോൾ ഈ കണ്ടക്ടർ ആ കുട്ടികളോട് ഒരുമാതിരി, എനിക്കറിയത്തില്ല അതെങ്ങനെ പറയണമെന്ന്, എന്തോ ഒരു രീതിയിൽ ആ പിള്ളേരോട് ഇങ്ങനെ പറയുന്നത് കേൾക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, ഇയാൾക്ക് ഇങ്ങനെ കുട്ടികളില്ലേ എന്ന് ഞാൻ ഓർക്കാറുണ്ട്. അതുപോലെ നമ്മളിങ്ങനെ ഒരുമാതിരി ആട്ടിപ്പായിക്കൂല്ലേ, അതുപോലെ പിള്ളേർ ആട്ടിപ്പായിക്കുന്നത് പോലെ ഇങ്ങനെ കാണാറുണ്ട്. അതൊന്നും നമ്മൾ പറയുന്നതിന് കുഴപ്പമില്ലല്ലോ. അങ്ങനെ സ്ഥിരം കാണുന്നതാണ്. കുറച്ച് പെൺകുട്ടികൾ ഇങ്ങനെ വരും, അവർ AKJM പഠിക്കുന്നതാണ്. അപ്പോൾ അവരിങ്ങനെ ഇതിൽ കയറാൻ ഓടി വരുമ്പോൾ എന്നിട്ട് അതുങ്ങൾ പലപ്പോഴും മാറി അങ്ങ് ഈ ബസ് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് വേറെ ബസ്സിൽ കയറി കൂടെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പിള്ളേരോടൊക്കെ ചോദിക്കുമ്പോൾ അവർ
ഇങ്ങനെ ഒരുമാതിരി ചമ്മിയ പോലെയൊക്കെ മാറി നിൽക്കുമല്ലോ കുട്ടികളാവും, അങ്ങനെ ഒക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അല്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട് വിഷമമായില്ലേ സീറ്റൊന്നും കിട്ടാതെ വന്നപ്പോൾ? വിഷമായി. ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ അല്ലേ. ആ, ഞാനിപ്പം അന്വേഷിച്ചപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞത് മോൻ ഉജ്ജ്വല ബാല്യം പുരസ്കാരമൊക്കെ നേടിയ ആളാണ്. സ്കൂളിലൊക്കെ എങ്ങനെയാണ് പഠന കാര്യങ്ങളിലും കലാപ്രവർത്തനങ്ങൾക്കും എടുക്കാനാണോ? എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഒക്കെ? ഞാൻ നന്നായി പഠിക്കും. എൻ്റെ ആക്ടിവിറ്റീസ് മോണോ ആക്ട്, കഥാപ്രസംഗം, ഗ്രൂപ്പ് സോങ്, ദേശഭക്തി ഗാനം എന്നിവ ഈ 4 എണ്ണമാണ് എൻ്റെ പ്രധാന ആക്ടിവിറ്റികൾ. ഇതാണ് ഞാൻ ഈ വർഷം കലോത്സവത്തിന് പോയപ്പോൾ ചെയ്തത്. അപ്പോൾ അതിന് മോണോ ആക്ടിന് ഫസ്റ്റ്, കഥാപ്രസംഗത്തിന് സെക്കൻഡ്, ഗ്രൂപ്പ് സോങ്ങിന് എ ഗ്രേഡ്, അതായത് 4th, ദേശഭക്തി ഗാനം പാട്രിയോട്ടിക് സോങ്ങിന് സെക്കൻഡ്. ഇതാണ് എനിക്ക് കിട്ടി. പിന്നെ എനിക്ക് ശാസ്ത്രമേള വർക്ക് എക്സ്പീരിയൻസിന് ഡോർമാറ്റ് നിർമ്മാണത്തിന് സെക്കൻഡ് കിട്ടി. മിടുക്കനാണ്. ബാംഗ്ലൂർ പോയി അവനൊരു വിഷൻ എംപവർമെൻ്റ് എന്നും പറഞ്ഞൊരു ഓർഗനൈസേഷനുണ്ട്. അവരുടെ ഒരു സ്കൂളിൽ നിന്ന് ഒരു കുട്ടിയെ അവർ ഒരു ടീച്ചർ 2 ടീച്ചേഴ്സിനെയും ഇങ്ങനെ അവർ ഒരു വർക്ക്ഷോപ്പിന് വേണ്ടി കൊണ്ടുപോയിരുന്നു. അപ്പോൾ അതിൽ പങ്കെടുത്ത് ഇവന് എക്സ്പെരിമെൻ്റ് ചെയ്യുകയുണ്ടായി ഈ എപ്പോഴായി നവംബർ 23, 24 തീയതികളിൽ. എന്നിട്ട് അതിൽ ഓൾ ഇന്ത്യ ലെവലിൽ സെക്കൻഡ് കിട്ടിയവനത്. ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ ആവശ്യം? ഇപ്പം ഇന്നലെ നടന്നതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒന്നും ആവശ്യമില്ല. ഇവന് അതായത് ഞങ്ങൾക്ക് അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ സീറ്റ് അവർ തരപ്പെടുത്തി തരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരാവശ്യം, വേറെ ഒന്നുമില്ല. എന്നുവെച്ചാൽ ഇവനാണെങ്കിൽ ഇവന് പ്രായപൂർത്തിയാകുന്നത് വരെ അതായത് ഇങ്ങനെ നിന്നൊക്കെ യാത്ര ചെയ്യാം. ഇപ്പം ഇങ്ങനെ ഒരു വൈകല്യം ഉള്ളതുകൊണ്ട് അപ്പോൾ അത്രയും ഒരു പ്രായപൂർത്തി ഒരു 10-15 വയസ്സ് വരെയൊക്കെ ഇരുന്ന് യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യം ഈ ഇവരുടെ ബസ് ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. എനിക്ക് മാത്രമല്ല, ഇനി ഒരു കുട്ടിക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. എല്ലാ ബ്ലൈൻഡ് ആയിട്ടും ഭിന്നശേഷിക്കാരുമായിട്ടുള്ള കുട്ടികൾക്ക് അവരുടേതായ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ലഭിക്കണം. നമ്മൾ കാര്യം കൺസെഷനൊക്കെ ഉണ്ട്. ആ കൺസെഷൻ അനുസരിച്ചാണ് ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു സീറ്റും ഇതുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ ആവശ്യം. ബസ്സിൽ വെച്ച് ഇവർക്കൊരു ദുരിതാനുഭവം ഉണ്ടായപ്പോഴും എത്രത്തോളം ധൈര്യത്തോടെയാണ് ഇവർ ഈ മോൻ കാര്യങ്ങൾ പറയുന്നത്, അത്രത്തോളം മിടുക്കനാണ് ഇവൻ. എല്ലാ കാര്യങ്ങളിലും, പഠന കാര്യങ്ങളിലും കലാപരമായ കാര്യങ്ങളിലും ഒക്കെ സമ്മാനം നേടി ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയ ഒരു 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആരോൺ. ആ ആരോണിനാണ് ഇന്നലെ ബസ്സിൽ വെച്ച് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകുന്നത്. മോൻ ഇപ്പോഴും പറയുന്നത്, എനിക്ക് പേടിയില്ല, പക്ഷേ മറ്റുള്ളവരോട് ഇത് ചെയ്യരുത്, തന്നെ പോലെയുള്ള കാഴ്ചയില്ലാത്ത കുട്ടികളോട് ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്നൊരു സന്ദേശം കൂടിയാണ് ആ മോൻ സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നും നമുക്ക് പറഞ്ഞു നൽകുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.